ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായിട്ട് 4 സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. ദൈവം നമ്മോട് ചോദിച്ച 4 ചോദ്യങ്ങളാണ്. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 27-ാം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നതാ. ദൈവം നിർണയിച്ചിരിക്കുന്നെങ്കിൽ അതിനെ ദുർബലമാക്കാൻ ആർക്ക് കഴിയുമെന്ന് സ്വർഗം ചോദിക്കുക. എന്റെ കൈ ഒരു വ്യക്തിയെ ഉയർത്താനായി നീട്ടിയാൽ അതിനെ മുടക്കാൻ ആർക്ക് കഴിയും? അടുത്ത ചോദ്യം ഞാൻ വായിപ്പിക്കുന്നില്ല, സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കാം. ഞാൻ തുറന്നാൽ ആരുണ്ടത് അടയ്ക്കാൻ? അടുത്ത ചോദ്യം, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആരുണ്ടതിനെ തടയാൻ? അടുത്ത ചോദ്യം, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒന്നുകൂടെ, ഞാനൊരു കാര്യം നിർണയിച്ചാൽ ആ നിർണയിച്ചത് നടപ്പാക്കുന്നത് തടയാൻ ആരുണ്ട്? അടുത്ത ചോദ്യം, ഞാനൊരു വാതിൽ എന്റെ ഭക്തന് വേണ്ടി തുറന്നാൽ അത് അടയ്ക്കാൻ ആരുണ്ട്? അടുത്ത ചോദ്യം, ഞാൻ പ്രവർത്തിക്കാൻ എന്റെ കരം നീട്ടിയാൽ അതിനെ തടയാൻ ആരുണ്ട്? അതിനെ തടുക്കുന്നത് ആർ? നാലാമത്തെ ചോദ്യം, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നീ എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നേ? നീ എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നേ? നീ എന്തിനാ ടെൻഷൻ എടുക്കുന്നത്? എന്നോട് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വിഷയമാണെങ്കിൽ അത് ഞാൻ പ്രവർത്തിച്ചിരിക്കും. എന്റെ മുമ്പിൽ വന്നൊരു കേസാണെങ്കിൽ അത് ഞാൻ കൈകാര്യം ചെയ്തിരിക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇന്ന് രാത്രിയിൽ 2014 അവസാന മിനിറ്റുകളിൽ എത്തിയിരിക്കുന്ന ദൈവസഭയോട് പറയാൻ, ധൈര്യപ്പെടുത്താൻ, എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകിയിരിക്കുക. ഒന്നാമത്തെ വിഷയം ഇതാണ്, ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചത് പെട്ടെന്നെടുത്ത ഡിസിഷൻ അല്ല. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ ആരുടെ മകനായി ജനിക്കണമെന്നും, ഞാൻ ആരുടെ ഏത് സ്ഥലത്ത് ജനിക്കണമെന്നും, ഞാൻ ഏത് സ്കൂളിൽ പഠിക്കണമെന്നും, ഞാൻ എവിടെ ജോലി ചെയ്യണമെന്നും, ഞാൻ എവിടെ വളരണമെന്നും, ഞാൻ എവിടെ സ്നാനപ്പെടണമെന്നും, ഞാൻ ആരുടെ കൈക്കീഴിൽ സ്നാനപ്പെടണമെന്നും, ഞാൻ ഏത് സഭയിൽ ആരാധിക്കണമെന്നും ഒന്നും സംഭവിച്ചത് യാദർച്ഛികമല്ല. ഈ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകും, പുരാതനനായ ദൈവം, നിത്യനായ ദൈവം ഞാൻ ഉണ്ടാകുന്നതിന് മുൻപേ ഇങ്ങനെ ഒരുവൻ ലോകത്ത് ജനിക്കണമെന്നും, അത് എവിടെ ജനിക്കണമെന്നും, അവൻ എവിടെ വളരണമെന്നും, അവന്റെ അപ്പനും അമ്മയും ആരായിരിക്കണമെന്നും, അവൻ ആരെ വിവാഹം കഴിക്കണമെന്നും, അവൻ എത്ര തലമുറ ഉണ്ടായിരിക്കണമെന്നും, അവൻ എവിടെ ജോലി ചെയ്യണമെന്നും, അവൻ എവിടെ വെച്ച് മരിക്കണമെന്നും, അവനെ ഏത് സെല്ലിൽ അടക്കണമെന്നും പുരാതനനായ ദൈവം മുൻകൂട്ടി തീരുമാനിച്ച് വച്ചിരിക്കുകയാണ്. Praise God. Praise God. യാദർച്ഛികം എന്നത് ആക്സിഡന്റലി, അൺഫോർച്ചുനേറ്റ്ലി എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരാളെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ വന്നതെന്ന് പറയരുത്. എന്റെ ദൈവം കണ്ടുവച്ചിരുന്നത് ഞാൻ ഇതിനകത്ത് വന്ന് ആരാധിക്കുമെന്ന്. ദൈവം നിർണയിച്ചെങ്കിൽ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എല്ലാ സമയങ്ങളും ദൈവം അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. സഭാപ്രസംഗി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത് കേട്ടോ, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന മലയാളത്തിലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോർ എവരിതിങ് there is an appointed time. ദൈവം നിർണയിച്ചു വെച്ച ഒരു സമയമുണ്ട്. ആ ഡേറ്റിലാണ് എന്റെ വിവാഹം നടന്നത്. വേറെ പല ഡേറ്റ് വന്നപ്പോൾ പാസിന് സൗകര്യമില്ല, ഓഡിറ്റോറിയം കിട്ടിയില്ല, അങ്ങനെ പല ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് തീരുമാനിച്ചില്ലേ? ആ ഡേറ്റ് ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ ഉടയവൻ തീരുമാനിച്ച ഡേറ്റാ. ഇങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ചേ. എന്റെ എല്ലാ കാലഗതികളും ദൈവത്തിന്റെ കൈകളിൽ എന്ന് പറഞ്ഞാൽ മൈ ഓൾ ടൈംസ്, എന്റെ സമയങ്ങൾ ദൈവത്തിന്റെ കൈകളിലാണ്. 2014 എനിക്ക് സംഭവിച്ചതൊന്നും ആക്സിഡന്റലി സംഭവിച്ചതല്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു,
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തിന്റെ നിർണയപ്രകാരമാണ് ഞാൻ വിളിക്കപ്പെട്ടതെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛിക സംഭവിക്കുന്നതല്ല. ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് നടക്കൂ. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ നിർണയപ്രകാരം സകലതും നന്മയ്ക്കായി മാറുമെന്ന് വിശ്വസിക്കുന്ന ആരാണെന്നറിയാമോ? ഒരു ലോക മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം അവന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവൻ ആ പ്രശ്നങ്ങൾക്കകത്ത് കുരുങ്ങി കരകയറാൻ കഴിയാതെ നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ ഒരു ദൈവ പൈതൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളുടെ നടുവിൽ അവൻ മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, സ്വർഗം അവനോട് ഇടപെടാൻ തുടങ്ങുമ്പോൾ അവനൊരു സത്യം തിരിച്ചറിയും. ഇതിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട്. ആ കഷ്ടതയുടെ ഒടുവിൽ ആ ഭക്തൻ ഒരു പാട്ട് പാടും. എന്തായിരിക്കും ആ പാട്ടെന്നറിയാമോ? ഞാൻ കഷ്ടതയിലായത് ഗുണമായി നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കിടയായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടതയുടെയും പിന്നിൽ അതിന്റെ ദൈവോദ്ദേശം നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് ആത്യന്തികമായി എന്നെ കുറിച്ച് ഒരു നല്ല ലക്ഷ്യമുണ്ട്, നിങ്ങളെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന് രാത്രി ഇത് മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും നിങ്ങളുടെ മാതാവിനില്ലാത്ത, നിങ്ങളുടെ പിതാവിനില്ലാത്ത, നിങ്ങളുടെ അടുത്ത് 24 മണിക്കൂറും കാതുകളിൽ നിരന്തരം സംസാരിക്കുന്ന ഉറ്റമിത്രം എന്ന് പറയുന്ന വ്യക്തിക്കില്ലാത്ത ഒരു അൾട്ടിമേറ്റ് പ്ലാൻ, ഒരു മോസ്റ്റ് പവർഫുൾ പ്ലാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുണ്ട്. ആ പ്ലാനിന്റെ പിന്നിൽ ദൈവത്തിന് 2 അത്യന്തിക ലക്ഷ്യമുണ്ട്. 1, എന്റെ നന്മ. 2, ദൈവനാമ മഹത്വപ്പെടണം. മനസ്സിലായോ ദൈവമക്കൾക്ക്? ദൈവത്തിന്റെ എല്ലാ പദ്ധതിക്കകത്തും അതെനിക്ക് വന്ന രോഗമായാലും, അതെനിക്ക് വന്ന കഷ്ടമായാലും, അതെനിക്ക് വന്ന നഷ്ടമായാലും, എനിക്ക് നിൽക്കേണ്ടി വന്ന വേർപാടിന്റെ ദുഃഖമായാലും, എന്തെന്റെ ജീവിതത്തിൽ വന്നാലും അതിന്റെ പിന്നിലെ ദൈവത്തിന്റെ ലക്ഷ്യം അതൊടുവിൽ നന്മയാക്കി മാറ്റുക, അതിനകത്ത് ദൈവനാമം മഹത്വപ്പെടുക. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിർണയിച്ചെങ്കിൽ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാനാണൊരു കാര്യം നിർണയിച്ച് മുൻപോട്ട് പോകുന്നതെങ്കിൽ അതിനെ ദുർബലമാക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഞാൻ ഓരോരുത്തരെ കുറിച്ചും ഓരോ സമയം സ്വർഗത്തിൽ പ്ലാൻ ചെയ്തേക്കുക. നിങ്ങൾ ഇനി എത്ര ധൃതി പിടിച്ചാലും, നിങ്ങൾ ഇനി എത്ര 21 ഇരുന്നാലും, നിങ്ങൾ ഇനി എത്ര 40 അടുപ്പിച്ചിരുന്നാലും ദൈവം പറയും, കുഞ്ഞെ നിനക്ക് വേണ്ടി ഞാനൊരു ടൈം എഴുതി വെച്ചിട്ടുണ്ട്. നീ പറയുന്ന സമയം എന്ന് പറയുന്നതും എന്റെ സമയവും 2ഉം 2. ക്രോണോസ്, കൈറോസ് എന്ന 2 വാക്കുകളാ സമയത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക സമയമാ. ഈ കിടക്കുന്ന കലണ്ടർ ക്രോണോസാ. പക്ഷെ ഈ കലണ്ടർ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സമയത്തിന് പറയുന്നത് കൈറോസ് എന്ന. ദൈവം പ്രവർത്തിക്കുന്നത് കൈറോസ് അനുസരിച്ച. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സമയം ഏതാണെന്ന് അറിയത്തില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ പ്രവൃത്തി, ഞാൻ ഈ കലണ്ടർ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് നിന്റെ ആ ക്രോണോസ് അനുസരിച്ചല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് കൈറോസ് അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു സമയമുണ്ട്. തെളിവ് തരാം. ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി 12 മണി കഴിയുമ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ 400 വർഷമായി കിടന്ന ജനം അവിടെ നിന്ന് കൂട്ടത്തോടെ വിടുവിക്കപ്പെട്ട് പുറത്തു വരണമെന്ന് ഈ ഡേറ്റ് തീരുമാനിച്ചത് മോശയല്ല, ഈ ഡേറ്റ് തീരുമാനിച്ചത് അഹരോനല്ല, ഈ ഡേറ്റ് തീരുമാനിച്ചത് മിരിയാമല്ല, ഈ ഡേറ്റ് തീരുമാനിച്ചത് മൂപ്പന്മാരല്ല, ഈ ഡേറ്റ് തീരുമാനിച്ചത് സ്വർഗീയ ദൂതന്മാരല്ല. പെട്ടെന്ന് കൗൺസിൽ അടിയന്തരമായി കൂടി തീരുമാനിച്ച ഡേറ്റ് അല്ല. ഇത് സ്വർഗസ്ഥനായ ദൈവം അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ എന്റെ ജനം അടിമത്തത്തിൽ പോകുമെന്നും അവർക്കൊരു വിടുതലുണ്ടെന്നും തീരുമാനിച്ച ദൈവം ആബീബ് മാസം 14-ാം തീയതി ഒരു ഡേറ്റ് കുറിച്ചു വെച്ചതാ. എത്ര മസിൽ പിടിച്ചാലും അന്ന് രാത്രി ജനം പുറത്തു വരും. ഫറവോന് എത്ര ശക്തിയുള്ളവനായാലും അന്ന് രാത്രി ജനം പുറത്തു വരും. ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ
ഒരാട്ടിൻകുട്ടി അറക്കപ്പെടുമ്പോൾ ജനം പാട്ടുപാടിക്കൊണ്ട് പുറത്തു വരുമെന്നുള്ള ഡേറ്റ് തീരുമാനിച്ചത് ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിരാശ കൊണ്ടിരിക്കുന്ന, ഇരുള് പിടിച്ചിരിക്കുന്ന നിന്റെ ഹൃദയത്തിലേക്ക് വചനം ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്, നീ ആകുലപ്പെടുന്ന വിഷയത്തിന് നിന്റെ മാതാവിനില്ലാത്ത, നിന്റെ പാസ്റ്ററിനില്ലാത്ത, നിന്റെ പിതാവിനില്ലാത്ത ഒരു കൺസേൺ എന്ന ദൈവത്തിനുണ്ട്. ദൈവം ഒരു ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത അതിന്റെ വിടുതൽ ദൈവം വഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഡേറ്റ് എല്ലാത്തിനും ദൈവം എന്ത് ചെയ്തിരിക്കുക? തീരുമാനിച്ചിരിക്കുക. ഫോർ എവരിതിങ് ദെയർ ഈസ് ആൻ അപ്പോയിന്റഡ് ടൈം. ദൈവം നിശ്ചയിച്ച, നിർണയിച്ച സമയമുണ്ട്. ആ സമയത്ത് വിടുവിച്ചിരിക്കും ദൈവം. അതിനെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം എന്നെ കുറിച്ച് ഏറ്റവും നല്ലതാണ് നിർണയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എന്നെ കുറിച്ച് നിർണയിച്ച പ്ലാനുകൾ ഏറ്റവും നല്ലതാണ്. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ദൈവനാമം മഹത്വപ്പെടണം, എന്റെ നന്മ. എന്റെ നന്മ, തന്റെ നാമം മഹത്വപ്പെടണം. ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ പ്ലാനിനകത്ത്. എന്നാൽ ദൈവം എന്നെ കുറിച്ച് ഏറ്റവും നല്ല പ്ലാനുകൾ നിർണയിച്ചിരിക്കുമ്പോൾ തന്നെ സാത്താൻ മറുഭാഗത്ത് എന്നെ കുറിച്ച് ചീത്ത പ്ലാനുകൾ നിർണയിച്ചിട്ടുണ്ട്. ചില മനുഷ്യർ എനിക്കെതിരെ ചില നിർണയങ്ങൾ നിർണയിക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാനാ നിർണയിച്ചെങ്കിൽ അതിനപ്പുറത്തിന് ആര് നിർണയിച്ചാലും അത് നടക്കത്തില്ല. ഞാൻ നിർണയിച്ചതേ നടക്കത്തുള്ളൂ, ഞാൻ തീരുമാനിച്ചതേ നടക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ നമുക്കറിയാവുന്ന ഒരു പ്രവാചകന്മാരിൽ അഗ്രഗണ്യനാണ് ഏലിയാവ്. കർമ്മേലിന്റെ കൊടിമുടിയിൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാരോട് പൊരുതി പ്രാർത്ഥിച്ച് തീയിറക്കിയവനാണ് ഏലിയാവ്. പക്ഷേ ആ പ്രാർത്ഥിച്ച് തീയിറക്കിയ ഏലിയാവിനെ പെട്ടെന്ന് സാത്താൻ ഇസ്രായേലിൽ കൂടെ ചില ഭീഷണി സ്വരങ്ങൾ മുഴക്കി അവനെ നിരാശപ്പെടുത്തി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ പിശാചിന്റെ പ്ലാൻ എന്ത് വരുന്നെന്ന് അറിയാമോ? ഇവിടെ അവനെ സൂയിസൈഡ് ചെയ്യിപ്പിക്കും. നിരാശ ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാലും പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് മരണമാണ്. ഒന്നുമല്ലേലും ആ ഗ്ലാസിന്റെ അവിടെ ചെന്ന് താഴോട്ട് നോക്കിയിട്ട് എടുത്തങ്ങ് ചാടിയല്ലോ. കൈപോക്കരുത്. നിരാശകൾ ജീവിതത്തിൽ വന്നപ്പോൾ പലപ്പോഴും മനുഷ്യൻ മനസ്സിൽ പല പ്രാവശ്യം മരിക്കാൻ കൊതിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ല ദൈവത്തിന്റെ പ്ലാൻ. അവിടെ നിന്നെ തടഞ്ഞൊരു കരമുണ്ട്, അവിടെ നിന്നെ തടഞ്ഞു നിർത്തിയൊരു കരമുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ എഴുതി വെച്ച കുറെ പദ്ധതികളുണ്ട്, ഞാൻ എഴുതി വെച്ച കുറെ നിർണയങ്ങളുണ്ട്. ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് ആത്മഹത്യ ചെയ്ത് നിന്റെ മാംസം ആകാശത്തിലെ പറവകൾ വന്ന് കൊത്തിപ്പറിച്ച് തിന്നിട്ട് കുറെ അസ്ഥി കഷ്ണങ്ങൾ ബാക്കി കിടക്കുമ്പോൾ അതിലൊരസ്ഥിയും എടുത്തുകൊണ്ട് കർമ്മേലിന്റെ കൊടിമുടിയിൽ ചെന്ന് നിന്നുകൊണ്ട് പിശാച് ഒരു പ്രസംഗം പ്രസംഗിക്കും. എന്തെന്നറിയാമോ? ഇന്നലെ ഇവിടെ ഞങ്ങളുടെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് തീയിറക്കിയവന്റെ അസ്ഥിയായതെന്ന്. എന്നാൽ ദൈവം അനുവദിക്കത്തില്ല. ഏലിയാ അവിടെ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് പറയുകയാണ്, ഈ നിന്റെ ദേഹത്ത് കിടക്കുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് കൊണ്ട് ചെന്ന് 12 ഏർക്കാളെ പൂട്ടിക്കൊണ്ട് വയലിൽ നിൽക്കുന്ന ഏലീശയുടെ പുറത്തിടണം. നിനക്ക് പകരം മറ്റൊരു പ്രവാചകനെ അഭിഷേകം ചെയ്യണം. തീർന്നില്ല, നീയും അവനോട് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഗിൽഗാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെല്ലും. അവിടെ നിന്ന് അല്പം മുൻപോട്ട് ചെല്ലുമ്പോൾ എരിഹോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ ബെഥേൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ യോർദാൻ നദിയുണ്ട്. ആ യോർദാൻ നദിയുടെ അവിടെ ചെല്ലുമ്പോൾ നിന്റെ പുതപ്പെടുത്തി യോർദാനെ അടിക്കുമ്പോൾ യോർദാൻ രണ്ടായി പിരിയും. നീ അവരോട് അക്കരെ കടക്കുമ്പോൾ അവിടെ റെഡിയായി നിൽക്കുക അഗ്നിരഥങ്ങൾ, അഗ്നിശങ്ങൾ. വലിയൊരു കാറ്റടിക്കുമ്പോൾ മരണമില്ലാതെ നീ എടുക്കപ്പെടണവരാ. നിനക്ക് ഞാൻ മരണമെന്നൊരു പദ്ധതിയില്ല. മരണമെന്നൊരു പദ്ധതി ദൈവത്തിന് ഏലിയാവിനെ കുറിച്ചില്ല. അപ്പോഴവൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്
ഇന്ന് രാത്രിയിൽ വെറുതെ തീരുമാനങ്ങൾ എടുക്കരുത്. പെട്ടെന്ന് ജീവിതത്തിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ തീരുമാനങ്ങൾ മാറ്റരുത്. സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിച്ചിട്ട് സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, എത്ര പ്രാർത്ഥിച്ചിട്ടും സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഞാൻ മാറാനുണ്ട്. ഞാൻ മാറിക്കഴിയുമ്പോൾ എന്റെ മുമ്പിലെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കൾ? എന്നെ മാറ്റാനാ ചിലപ്പോഴൊക്കെ ചില പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ ഇടുന്നത് എന്നെ ഒന്ന് മാറ്റിയെടുക്കാനാ. ഞാൻ റെഡി ആയി കഴിയുമ്പോൾ എന്റെ സാഹചര്യങ്ങൾ അനുകൂലമാകാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. എലിയാവേ, നിന്നെ കുറിച്ചുള്ള പ്ലാൻ എന്റെ എന്തുവായിരുന്നു അറിയാമോ? ഞാൻ നിർണയിച്ചു വച്ചേക്കുന്നത് എന്തുവെന്നറിയാമോ? യോർദാൻ നദിക്കപ്പുറത്ത് അഗ്നിരഥങ്ങൾ വന്ന്, അഗ്നിശങ്ങൾ വന്ന്, വലിയൊരു ചുഴലിക്കാറ്റടിച്ച് നീ മരണം കാണാതെ എടുക്കപ്പെടണമെന്നല്ല. രാത്രി ഓർത്തു നോക്ക്, നിങ്ങളെ കുറിച്ച് ചെറിയ പദ്ധതിയല്ല ദൈവത്തിന്. 2015 ദൈവം നമുക്ക് ആയുസ് തന്ന ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കാലെടുത്ത് വെക്കണം. ദൈവത്തിന്റെ നിർണയിച്ച പ്രോഗ്രാമിനകത്ത് നമ്മുടെ കാലുകൾ ഉറപ്പോടെ നിൽക്കാൻ ഇടയാകണം. അതിന് വിപരീതമായി കടന്നു വരുന്ന ഏത് ശക്തികളെയും ഏത് ശബ്ദങ്ങളെയും നിങ്ങൾ തിരിച്ചറിയണം. ദൈവം പറഞ്ഞു, ഞാൻ നിർണയിച്ചതേ നടക്കത്തുള്ളൂ. ഞാൻ നിർണയിച്ചതെങ്കിൽ അതേ നടക്കത്തുള്ളൂ. പുതിയ നിയമത്തിൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. പത്രോസ് എന്നാ പുള്ളിയുടെ പേര്. സാത്താൻ വന്നിട്ട് കർത്താവിനോട് പറയുക, ഈ മുളത്തിലോട്ട് ഞാൻ പത്രോസിനെ കയറ്റി ഇരുത്തി ഒന്ന് പാറ്റിക്കോട്ടെ എന്ന്. സാത്താൻ നിർണയിച്ചു വന്നേക്കുക. കാരണം സാത്താൻ അറിയാം ഇവനെ മുമ്പോട്ട് വിട്ടാൽ വല്ല പ്രയോജനമുള്ളവനാണെന്ന്. പത്രോസിനെ സാത്താൻ പാറ്റാൻ നിർണയിച്ചു നിൽക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ അവനെ വേറെ നിർണയിച്ചേക്കുക. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ പന്തിരുവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എവനാ? പന്തിരുവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കേണ്ടത് എവനാ? ഇവൻ പ്രസംഗിക്കുമ്പോൾ 3000 പേർ അവിടെ നിന്ന് അന്ന് സ്നാനപ്പെടാൻ തയ്യാറാകേണ്ടത്. ദൈവം നിർണയിച്ച പത്രോസിനെ കുറിച്ച് അതിന് വിപരീതമായി എന്തെല്ലാം പിശാച് നിർണയിച്ചു വന്നാലും പിശാച് അത് നടക്കത്തില്ല. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ അറിയാതെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിച്ചു പോയി, ദൈവമേ, 2014 ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു സത്യം ഉറപ്പാണ്, നിന്റെ ദൈവത്തിന്റെ അടുത്ത് വന്ന് സാത്താൻ ചോദിച്ചു കാണും, ഇവനെ ഒന്ന് പാറ്റാൻ തരാമോ എന്ന്. പക്ഷെ അനവധി പ്രാവശ്യം ചോദിച്ചിട്ട് ദൈവം കൊടുക്കാഞ്ഞത് കൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്നത്, ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. അവൻ പാറ്റാൻ ചോദിച്ചില്ലെന്നല്ല, ചോദിച്ചു കാണും. ദൈവ പൈതലേ, അനവധി പ്രാവശ്യം ചോദിച്ചു കാണും, നിങ്ങളെ ചോദിച്ചു കാണും. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇല്ല, നിനക്ക് പാറ്റാൻ ഇവനെ തരത്തില്ല. ഇവനെ കുറിച്ച് ഞാൻ വേറെ നിർണയിച്ചിരിക്കുകയാണ്. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റുവാൻ ചോദിച്ചവനെ ദൈവം കൊടുത്തില്ല. അതാ സാത്താൻ നിർണയിച്ചത്. അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹേരോദാവിൽ കയറിയിട്ട് പറയുകയാണ്, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും നാളെ അവിടെ നിർത്തിയിട്ട് വാളുകൊണ്ട് കൊല്ലണം. ഹേരോദാവേ, നിന്റെ നിർണയം നടക്കത്തില്ല. ഹേരോദാവേ, നീ രാജാവായിരിക്കും, നിനക്ക് ജയിലുണ്ടായിരിക്കും, നിനക്ക് 3-4 പൂട്ടിടാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ നിന്റെ പൂട്ടും നിന്റെ താക്കോലും ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ താക്കോൽ ഉയരത്തില, ഒറിജിനൽ താക്കോൽ ദൂതന്റെ കയ്യില. നീ പൂട്ടി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അവിടെ മാറ്റി വെച്ചേക്കുമ്പോൾ ഒറിജിനൽ താക്കോലുമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിക്കൂ. മനസ്സിലായോ ദൈവമേ? ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. അതിന് വിപരീതമായി ജയിലിൽ അടയ്ക്കപ്പെട്ടെന്ന് വരാം, ഹേരോദാവിന്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് വരാം, കാരാഗ്രഹത്തിനകത്ത് കിടന്നെന്ന് വരാം. പക്ഷെ അതിനകത്തു നിന്നും പുറത്തു കൊണ്ടുവന്ന് എന്റെ നിർണയം സ്ഥാപിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ നിർണയത്തിന് വിപരീതമായി സാത്താൻ നിന്നെ ഏതെങ്കിലുമൊക്കെ കറങ്ങുന്ന അനുഭവത്തിനകത്തായി ഇട്ടേക്കുന്നതെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്, ആരോ നിന്റെ പിന്നിൽ നിലവിളിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവം ശക്തൻ. ഒരു സഭ പിന്നിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിർണയമേ നടക്കത്തുള്ളൂ. സാത്താനെ,
മുഖത്ത് നോക്കി പറ, ധൈര്യത്തോടെ പറയുന്ന, ധൈര്യത്തോടെ സാത്താന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, നീ എനിക്കെതിരെ എഴുതി വെച്ച ഒരു നിർണയവും നടക്കത്തില്ല. 2014 മുഴുവനും നീ നോക്കിയില്ലേ, പക്ഷെ നടന്നില്ലല്ലോ. ഞാൻ ഇന്നും ഈ രാജ്യത്ത് നിൽക്കുന്നത് നിന്റെ പദ്ധതിയല്ല, എന്റെ ദൈവത്തിന്റെ നിർണയമോ. അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയുന്നില്ല. തിരുവഴുത്തിന്റെ താളുകളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഓടിക്കുകയായിരുന്നു. ജനമെന്ന ആ ദൈവത്തിന്റെ ജനത്തെ മുഴുവനായി ദേശത്തുനിന്ന് തുടച്ചു മാറ്റാൻ ഹാമാൻ എന്നൊരു മനുഷ്യൻ നിർണയിച്ചിരിക്കുക. ആരെയാ? ദൈവത്തിന്റെ സ്തുതിക്കുന്ന ജനത്തെ, ജനത്തെ, വേറെ പ്രമാണമുള്ളവരെ, വേറെ ആരാധനയുള്ളവരെ, വേർപെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഹാമാൻ എന്നൊരു ശക്തനായ മനുഷ്യൻ ഹിന്ദു ദേശം മുതൽ കൂസ് വരെ ഭരിക്കുന്ന 127 സംസ്ഥാനങ്ങളുടെ അധിപനെ കൊണ്ട് മുദ്രാമോതിരം കൊണ്ട് അവൻ തീർപ്പെഴുതി. അഞ്ചൽക്കാർ തീർപ്പുമായിട്ട് ഇറങ്ങിയപ്പോൾ ശൂഷൻ പട്ടണം മുഴുവനും കരഞ്ഞ് കലങ്ങി കിടക്കുകയാണ്. നിനക്ക് തീർപ്പെഴുതാൻ പറ്റിയെന്ന് വരും. ഈ ജനം ദൈവത്തിന്റെ ആണെങ്കിൽ ഈ ജനത്തെ കുറിച്ച് ഒരു നിർണയം ദൈവത്തിനുണ്ട്. ഈ പേപ്പർ കൊണ്ട് ലോകം മുഴുവനും നടന്നാലും ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? വിശ്വസിക്കുന്നുണ്ടോ? 127 സംസ്ഥാനങ്ങളുടെ അധികാരമുള്ള അഹശ്വേരോശ് രാജാവിന്റെ മുദ്രയിട്ട തീർപ്പ ശൂഷൻ പട്ടണം മുഴുവനും കലങ്ങി മറിഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴേ മുകളിൽ ഒരാൾ ചിരിക്കുക, ദൈവം ചിരിക്കുക. ദൈവം ഹാമാനോട് പറഞ്ഞു കാണും, നീ ഇത് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ എന്റെ ഒരു റെപ്രസെന്റേറ്റീവിനെ കൊട്ടാരത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നീ ഇതൊക്കെ മനസ്സിൽ തന്ത്രമിടുന്നതിന് മുൻപേ രാജകൊട്ടാരത്തിനകത്ത് ഏത് കൊട്ടാരത്തിൽ നിന്ന് തീർപ്പ് വന്നോ ആ കൊട്ടാരത്തിനകത്ത് ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ എന്റെ റെപ്രസെന്റേറ്റീവിനെ ഞാൻ കയറ്റിയ ദൈവമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ജാതീയ രാജാവ് വിവാഹം കഴിച്ച് രാജ്ഞിപട്ടമണിഞ്ഞ് എസ്തേർ അവിടെ ഇരിക്കുമ്പോ എസ്തേറിന് പോലും അറിയത്തില്ല ഇതിന്റെ പിന്നിൽ ചലിച്ച ദൈവത്തിന്റെ കരം. ദൈവം പറയുക, എനിക്കിതറിയാം. ഹാമാൻ എന്നൊരുവൻ എഴുന്നേൽക്കും, ഈ രാജകൊട്ടാരത്തിൽ നിന്ന് എന്റെ ജനത്തിനെതിരെ തീർപ്പ് പുറപ്പെടും. അങ്ങനെയെങ്കിൽ ഏത് രാജകൊട്ടാരത്തിൽ നിന്ന് തീർപ്പ് പുറപ്പെട്ടോ ആ കൊട്ടാരത്തിനകത്തല്ലേ ഉപവാസം നടക്കുന്നത്, ആ കൊട്ടാരത്തിനകത്തല്ലേ പ്രാർത്ഥന ഉയരുന്നത്. ദൈവം ഒരാളെ ഉന്നമേ കൊണ്ടിരുത്തി. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നമുക്കെതിരെ ശത്രു എഴുന്നേൽക്കുമെന്ന് നമ്മൾ കാണുന്നതിന് മുമ്പേ ദൈവം കണ്ടിട്ടുണ്ട്. അവൻ രേഖ തയ്യാറാക്കുന്നു, ദൈവത്തിന് അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഒരാളെ ആത്മാവിൽ നിറച്ച് ദൈവം അവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കണ്ടില്ലേന്ന്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടില്ലേന്ന്, നിങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ ആരംഭങ്ങളിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരാളെ എവിടോ രാജ്യത്തിന്റെ ഏതോ കോണിൽ ദൈവം അഭിഷേകം ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഹാമാന്റെ കളിയൊക്കെ കണ്ട് ദൈവം എന്ത് ചെയ്തോണ്ടിരിക്കുക? ദൈവം എന്ത് ചെയ്തോണ്ടിരിക്കുക? ചിരിച്ചോണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ആളിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാമാൻ നിർണയിച്ചത് നടക്കത്തില്ല, ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത്രയും സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തരുമ്പോ 2015 ധൈര്യത്തോടെ കാലെടുത്ത് വെച്ച് നടക്കട്ടെ. രാജകൽപ്പന പുറപ്പെടട്ടെ. ശൂഷൻ പട്ടണം മുഴുവനും കരഞ്ഞ് കലങ്ങട്ടെ. പക്ഷെ സ്വർഗം ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ദൈവജനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളെന്ന് സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ബൈബിൾ സത്യങ്ങൾ മാത്രം പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെ മാത്രം നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളിലേക്ക് വരണം. നിങ്ങൾ നിങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ പലരുടെയും സാക്ഷ്യം കേട്ടല്ലോ. ഈ രാജ്യത്ത് കുവൈറ്റിൽ ഇന്ന് ഇവിടെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം നിർണയിച്ചതാ. ദൈവം നിർണയിച്ചതാ.
അത് ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. തിരുവെടുത്ത് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുന്നു, ഞാൻ നിർണയിച്ചതെങ്കിൽ അതിനെ ദുർബലമാക്കുന്നത് ആരാണ്? അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ 40ഓളം ചെറുപ്പക്കാർ പൗലോസിനെ കുറിച്ച് എടുത്തൊരു തീരുമാനം കേട്ടായിരുന്നു. അവർ നിർണയിച്ചതാ, ഞങ്ങൾ പൗലോസിനെ കൊന്നിട്ടല്ലാതെ വെള്ളമോ ആഹാരമോ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന്. 40ഓളം ചെറുപ്പക്കാർ. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം പറയുക, പൗലോസേ, നീ ഇനിയും പ്രസംഗിക്കേണ്ടവനാ. നിന്നെ കുറിച്ച് ഞാൻ നിർണയിച്ചേക്കുന്നത് ഈ 40 ചെറുപ്പക്കാർ വട്ടം നിന്ന് വടി കൊണ്ട് അടിച്ചു കൊല്ലുന്ന രംഗമല്ല, നീറോയുടെ ആ വാള് നിന്റെ കഴുത്തിൽ കയറുന്ന ഒരു രംഗമാണ് പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പത്രോസേ, കപ്പലിനകത്ത് നീ 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കപ്പൽ തകരുന്ന അനുഭവം ഉണ്ടായാലും, അണലി നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയാലും, മറ്റുള്ളവർ നിന്നെ കൊന്നല്ലാതെ അടങ്ങത്തില്ലെന്ന് പറഞ്ഞ് അവർ ചേരി തിരിഞ്ഞ് ഗ്രൂപ്പിസം ഉണ്ടാക്കിയാലും, ഞാൻ ഒന്ന് പറയുന്നു, ദൈവം പൗലോസിനെ കുറിച്ച് നിർണയിച്ചതേ നടക്കത്തുള്ളൂ. ദൈവമാണ് നിർണയിച്ചതെങ്കിൽ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ എതിരായി വന്നാലും, ആരെല്ലാം എതിരായി നിന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാലും, ഉറപ്പായി വചനത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. എത്ര സമയം നിങ്ങൾ ഈ രാജ്യത്തായിരിക്കണമെന്ന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവധി വരെ നിങ്ങൾ ഇവിടെ കാണും. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിന് വിപരീതമായി നിയമങ്ങൾ വന്നാൽ പോലും അതിനെ മാറ്റി എഴുതിച്ച് ഇതിനകത്ത് നിർത്താൻ ദൈവം ശക്തനാണ്. ദൈവം പറയുന്നു, ഞാൻ നിർണയിച്ചതേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഫറവോന്റെ രാജ്യത്ത് നിന്ന് ആബീബ് മാസം 14-ാം തീയതി, എനിക്ക് ആ ഡേറ്റ് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നിറയുക. ഈ ഡേറ്റ് ഇട്ടത് ആരാ? ദൈവം പറയും, ആബീബ് മാസം 14-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അത് എന്റെ ജനത്തിന്റെ വിടുതലിന്റെ ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്, വാഗ്ദത്തമുള്ള ദൈവ പൈതലിന് ഒരു ഡേറ്റ് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ കലണ്ടർ അല്ല, അത് സ്വർഗീയ കലണ്ടറാ. അവിടോട്ട് നോക്കി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാ ഭക്തന്മാർ ഇങ്ങനെ പറഞ്ഞു, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം. അത് ഡിസംബർ 31 ഡിസംബർ 31 അത് വേണ്ട എന്ന് ഞങ്ങളോട് കൃപ ചെയ്യുമോ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഡേറ്റ് ഇടും, എന്നിട്ട് കർത്താവിനോട് പറയും ഒപ്പിടാൻ. കർത്താവ്, ഈ ഡേറ്റിനുള്ളിൽ എന്റെ കാര്യം നടക്കണം. കർത്താവ് പറയുക, നീ ഒപ്പിട്ട് പേപ്പർ ഞാൻ ഡേറ്റ് എഴുതാം. നീ ഒപ്പിടുന്ന എന്തിനാണെന്ന് ആദ്യം ഞാൻ എഴുതുന്ന ഡേറ്റ് വരെ ഇരിക്കാവുന്ന. നീ ആദ്യം ഒപ്പിട്ടിട്ട് പ്ലെയിൻ പേപ്പറിന്റെ മുമ്പിൽ കൊണ്ടെത്താ, ഞാൻ ഡേറ്റ് എഴുതാം. നീ എഴുതിയ ഡേറ്റിൽ നീ കുത്തിട്ട വരയിലൂടെ ചലിക്കുന്നവനല്ല ഞാൻ ഇട്ട വരയിലൂടെ നീ ചലിക്കണം. അതാ സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഡേറ്റ് ഇട്ട് തമ്പുരാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാതെ നമ്മൾ ഒരു പ്ലെയിൻ പേപ്പർ എടുത്ത് ഒപ്പിട്ടേച്ച് കർത്താവിനോട് പറ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നീ ഇടുന്ന ഡേറ്റ് വരെ ഞാൻ കാത്തിരിക്കാം. ദൈവം നിർണയിച്ചെങ്കിൽ അതേ നടക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ 100 ചിന്തകൾ ഇതിന് വിപരീതമായിട്ട് വരുന്നതായിരിക്കാം. ദൈവം നിർണയിച്ചതാണോ? മറ്റേത് ദൈവം നിർണയിച്ചാണോ? ഞാൻ ജീവിതത്തിൽ വന്ന അത് ദൈവം നിർണയിച്ചാണോ? എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം നിർത്താം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം തിന്മയെന്ന് തോന്നിയാലും, സകലതും തിന്മയാ വന്നതെന്ന് തോന്നിയാലും, ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിർണയിച്ച വ്യക്തിയാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ മുഴുവനും ദൈവം എന്ത് ചെയ്യുന്ന നമ്മള് ഈ സംഭവിച്ചത് 2014 ജനുവരി 1 മുതൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഓരോന്നായിട്ട് പറക്കി ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വെച്ച് നോക്കിയാൽ മൊത്തം തിന്മ. ഇതിനകത്തുനിന്ന് ഒന്നും ഒരു നന്മ എടുത്ത് പറയാനില്ല. ദൈവം പറയുക, ഞാൻ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുക.
ഈ വിഷയങ്ങളെല്ലാം കൂടെ തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് നോക്ക്. അത് നന്മയാണ്. നമ്മൾ ഓരോന്നോരോന്നായി മാറ്റി വെച്ച് നോക്കിയാൽ അത് മുഴുവനും തിന്മയായിരിക്കും. പക്ഷെ ഓരോന്നിനെയും തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ, കൂടി വ്യാപരിച്ച് കഴിയുമ്പോൾ അത് നന്മയാക്കി മാറ്റുക. നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവപൈതലേ, ഇന്ന് നീ കഠിന ശോധനയിലൂടെ ആയിരിക്കാൻ പോകുന്നത്, കഠിന വേദനയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. പ്രാർത്ഥിച്ച 100 വിഷയങ്ങളിൽ 2 മറുപടി കിട്ടിയിട്ടുള്ളായിരിക്കാം. 98 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം നിർണയിച്ചത് നടക്കും. ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. ദൈവം തീരുമാനിച്ചതേ നടക്കത്തുള്ളൂ. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തിയിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങളോടുള്ള ദൂത്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം നിർണയിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണം, എന്നെ കുറിച്ച് ദൈവം നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയിച്ചതേ നടക്കത്തുള്ളൂ. നിങ്ങൾ 2015 ആരംഭത്തിൽ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഒന്നും ആയിരിക്കത്തില്ല. അവസാനം ചെല്ലുമ്പോൾ ദൈവം അതിനെല്ലാം മാറ്റി പണിഞ്ഞെടുത്ത് നമ്മുടെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനുമാക്കി തീർക്കും. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? അടുത്ത തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യം. വെളിപ്പാട് പുസ്തകം 3:7-8. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കണം. യെശയ്യാവ് 22:22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ദൈവം ചോദിക്കുന്നു, ഞാൻ തുറന്നാൽ ആരാ അടയ്ക്കുന്നത്? ദൈവം ചോദിക്കുക, ആരുണ്ട് അടയ്ക്കാൻ? എന്റെ ഭക്തന് വേണ്ടി ഞാൻ ഒരു വാതിൽ തുറന്ന അത് അടയ്ക്കാൻ ആരുണ്ട്? ഈ ചലഞ്ച് സ്വർഗമാ ചോദിക്കുന്നത്. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വാതിൽ തുറക്കുന്നവന്റെ പ്രത്യേകത. 2, തുറന്ന വാതിലിന്റെ പ്രത്യേകത. വാതിൽ തുറക്കുന്നവന്റെ പ്രത്യേകത നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അവന്റെ പ്രത്യേകത ഒന്നെന്താണെന്നറിയാമോ? ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാ വാതിൽ തുറക്കാൻ വരുന്നത്. 2, ഇരുമ്പോടാമ്പലുകളെ. ആ വാക്കിലൂടെ വായിക്കണേ, നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1 മുതൽ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ ശ്രദ്ധിക്കണേ, വാതിലുകൾ അടയാൻ സാധ്യതയുണ്ട്. പക്ഷെ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. വാതിൽ തുറക്കുന്നവന്റെ പ്രത്യേകത ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വാതിൽ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞെങ്കിൽ ആരാ പറഞ്ഞെന്നറിയാമോ? ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു മാറ്റുന്നവൻ, താമ്ര കഥകളെ തുറക്കുന്നവൻ. തീർന്നില്ല, ആധിപത്യം തോളിലുള്ളവൻ, മുമ്പായി കടന്നു പോകുന്നവൻ. ഈ കർത്താവ് പറയുക, ഞാനാ നിനക്കൊരു വാതിൽ തുറക്കുന്നത്. വാതിൽ തുറക്കുന്നവന്റെ പ്രത്യേകത അറിഞ്ഞു വേണം വാതിലിന്റെ പ്രത്യേകത നമ്മൾ അറിയാൻ. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആധിപത്യം തോളിലുള്ളവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു മാറ്റുന്നവൻ, താമര കഥകളെ തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. ഇവനാ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറയുന്നത്? ഒരു വാതിൽ തുറന്നു തരാമെന്ന് പറയുന്നത്. ഇനി വാതിലിന്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. വാതിലിന്റെ പ്രത്യേകത പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോകാം. ഈ വാതിൽ ദൈവമാ തുറന്നതെങ്കിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. തടയാൻ പറ്റിയെന്ന് വരും, തടസ്സങ്ങൾ കൊണ്ടിടാൻ പറ്റിയെന്ന് വരും, പക്ഷെ അടയ്ക്കാൻ പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം അവിടെ വരാനായിട്ട് ആഗ്രഹിച്ചു, സാത്താൻ എന്നെ തടഞ്ഞു. അപ്പൊ സാത്താൻ എന്തോ ചെയ്യാം? തടസ്സങ്ങൾ കൊണ്ടിടാം, നിരാശകൾ കൊണ്ടിടാം,
ഇടയ്ക്ക് ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ കുറെ നേരം കയറ്റി ഇരുത്താം. പക്ഷേ വാതിലടയ്ക്കാൻ പിശാചിന് പറ്റത്തില്ല. അത് ദൈവം തുറന്ന വാതിലായതുകൊണ്ട് അത് പിശാചിന് അടയ്ക്കാൻ പറ്റത്തില്ല. അധിപതികൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ആ വാതിൽ ദൈവം തുറന്നതായതുകൊണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യാം? ചില തടസ്സങ്ങൾ കൊണ്ടുവന്നിടാം. നിരാശ, ഭാരം, അസ്വസ്ഥതകള്, ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വഴി തടസ്സപ്പെടുത്താമെങ്കിലും അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. അടുത്തത്, തുറന്ന വാതിലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആ വാതിൽ നിലനിൽക്കുന്ന വാതിലായിരിക്കും. ദൈവം തുറന്നാൽ അത് എന്നേക്കും തുറന്നെയായിരിക്കും. അല്ലാതെ 6 മാസത്തേക്ക് തുറന്നു വെക്കുന്നതല്ല. ദൈവം എനിക്കൊരു ഡോർ തുറന്നു തന്നാൽ അതെന്നേക്കുമായിരിക്കും. ഹഗാറേ, നിനക്കൊരു ഉറവ മരുഭൂമി ദൈവം തുറന്നു തന്നായിരുന്നല്ലോ. എത്ര നാളത്തേക്കാന്ന് ചോദിച്ചാൽ ഇന്നും ഭക്തൻ ചെന്നാൽ കാണാൻ പറ്റും. ദൈവം തുറന്നത് അവിടെ ഉണ്ട്. അത് മണ്ണിട്ട് മൂടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം തുറന്നത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ദൈവം തുറക്കുന്ന വാതിൽ നിലനിൽക്കുന്ന വാതിലാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നപ്പോ കല്ലുരുട്ടി വെച്ചിരിക്കുക. റോമൻ പടയാളികളുണ്ട്. യേശുവിനെ ഉയർക്കാൻ വേണ്ടി അല്ലേ കല്ല് മാറ്റിയത്? യേശു അതിനു മുമ്പേ ഉയർത്തെഴുന്നേറ്റ്. പിന്നെ പുറത്തു നിന്ന് നിൽക്കുന്നവർക്കും ലോകത്തിനും അറിയണ്ടേ യേശു അകത്തില്ലെന്ന്. അതിനുവേണ്ടി ആ കല്ല് അങ്ങോട്ട് ഉരുട്ടി മാറ്റിയിട്ട് പിന്നെ ഇന്ന് വരെ ആ കല്ല് ഇങ്ങോട്ടൊന്ന് ഉരുട്ടി വെക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ആ കല്ലറ അവിടെ തുറന്നു കിടക്കുക. ദൈവം തുറന്നാൽ അത് തിരിച്ചടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവമാണ് തുറന്നതെങ്കിൽ ആരാ അടയ്ക്കുന്നത്? ദൈവം തുറന്നു തന്ന ജോലിയാണെങ്കിൽ ആരെല്ലാം എതിര് നിന്നാലും നീ അവിടെ നിന്ന് ജോലി ചെയ്യും. അത് തിരിച്ചടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. തിരിച്ചടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ പറഞ്ഞ സാക്ഷ്യം മരണം വരെ പറയണം. ദൈവം എന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. ദൈവമാണ് എനിക്ക് വാതിൽ തുറന്നത്. എന്നാൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഭീഷണിയൊക്കെ മുഴക്കും കേട്ടോ, ഭീഷണിയൊക്കെ മുഴക്കും. പക്ഷേ ഒന്നും നടക്കത്തില്ല. അന്നേരം ഉള്ളിലങ്ങ് ചിരിച്ചാൽ മതി. ഉള്ളിലൊരു കൊച്ചു ചിരി, പുറമെ ചിരിക്കരുത്. പിന്നെ അവർക്ക് അരിശം കൂടും. അതുകൊണ്ട് ഉള്ളിലൊരു ചിരി നടക്കത്തില്ല. കുഞ്ഞുനാട്, ഇത് ദൈവം തുറന്നതാ. ഇത് ദൈവം തുറന്നതാ. ഞാൻ സേവിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. നിന്നെ ഞാൻ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും നിന്റെ ജോലി ഞാൻ പോക്കുമെന്നും കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോ ചുമ്മാ വീട്ടിൽ വന്നൊന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ചുമ്മാ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് അലറിക്കൂവി ബഹളം ഉണ്ടാക്കല്ലേ. അന്നേരം വിളിച്ചു പറയണം, ദൈവം തുറന്നതാ, ദൈവം തുറന്നതാ. ഇത് നിലനിൽക്കുന്ന വാതിലായിരിക്കും. ദൈവം തുറക്കുന്ന വാതിൽ വ്യത്യസ്തതയുള്ളതായിരിക്കും. വ്യത്യസ്തതയുള്ളതായിരിക്കും. കെരീത്ത് തോട്ടിലിരുന്നപ്പോ കാക്കയാ, സാരേഫാത്തിൽ ചെന്നപ്പം വിധവയാ, ചൂരച്ചെടിയുടെ തണലിരുന്നപ്പം ദൂതനാ. ഒരിടത്ത് കാക്കയാ ദൈവം തുറന്നതെങ്കിൽ വേറൊരിടത്ത് വിധവയാ, വേറൊരിടത്ത് ദൈവം ദൂതനെ അയക്കുന്നത്. ദൈവം എന്നും ഒരുപോലല്ല പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. വെറൈറ്റിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നും ഒരേ മോഡലിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തിക്കകത്ത് വെറൈറ്റി ഉണ്ട്. ചെങ്കടൽ കടക്കാൻ നേരം വടി, യോർദാൻ കടക്കാൻ നേരം പെട്ടകം, പിന്നെ യോർദാനെ അടിക്കാൻ നേരം പുതപ്പ്. എല്ലാം നദിയെ രണ്ടായി വിഭജിക്കുന്നതാണെങ്കിലും വ്യത്യസ്തതയുണ്ട്. ദൈവം എനിക്ക് വേണ്ടി 2015 വ്യത്യസ്തമായി പ്രവർത്തിക്കും. വ്യത്യസ്തമായി പ്രവർത്തിക്കും. സൃഷ്ടിപ്പിലേക്ക് തന്നെ നോക്ക്. മണ്ണ് കൊണ്ടുണ്ടാക്കി, എല്ലുകൊണ്ടുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ സന്താനപുഷ്ടി ഉണ്ടാവും. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മിറക്കിൾ ഉണ്ടാവും. ക്രിയേഷൻ, ഫോർമേഷൻ, ജനറേഷൻ, ഇൻകാർണേഷൻ അല്ലെ? ക്രിയേഷൻ, ആദാമിനെ ക്രിയേറ്റ് ചെയ്തു, ഹവ്വയെ ഫോം ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരാകണം. എന്നാൽ എന്റെ പുത്രനെ ഞാൻ അയക്കുന്നത് ഇങ്ങനൊന്നും അല്ല. അത് ഇൻകാർണേഷൻ ആയിരിക്കും. അത് ജഡാവതാരമായിരിക്കും. എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ തുറക്കുന്ന വാതിൽ അത് വെറൈറ്റി ഉള്ളതായിരിക്കും. അത് വ്യത്യസ്തതയുള്ളതായിരിക്കും. അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ മറ്റൊന്ന്, ദൈവം
എനിക്ക് വേണ്ടി തുറന്ന വാതിലിനകത്തോടെ ആരെങ്കിലും നുഴഞ്ഞു കിടക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എന്റെ കോളറെ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിച്ച് ഞാൻ പോകട്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്റെ അഡ്രസ്സിൽ തുറന്നതാണെങ്കിൽ ഞാനേ അതിലെ കൂടെ പോകത്തുള്ളൂ. തെളിവ് തരാമെന്നേ ഇറങ്ങി തിരിച്ച ജനത്തിന് വേണ്ടിയ ചെങ്കടൽ തുറന്നതെങ്കിൽ അവര് മാത്രമേ അതിലെ കൂടെ പോകത്തുള്ളൂ. വേറൊരാൾ പോകാൻ നോക്കിയായിരുന്നു. അവന്റെ പേരാ, പക്ഷെ അവൻ പോയില്ല. അവൻ അതിൽ തകർന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കുക, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഒരു വാതിലിലൂടെ വേറൊരാൾക്ക് നിന്നെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആർക്കു വേണ്ടി തുറക്കുന്നോ അവരെ പോകത്തുള്ളൂ. അതാ ദൈവം തുറക്കുന്ന വാതിലിന്റെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുറക്കുന്നവന്റെ പ്രത്യേകത, തുറന്ന വാതിലിന്റെ പ്രത്യേകത. പൗലോസിന്റെ ഒരു വാക്കോടെ പറഞ്ഞ് നിർത്താൻ പോവാം. പൗലോസ് പറഞ്ഞു, വലുതും സഫലവുമായ വാതിൽ എനിക്ക് തുറന്നിട്ടുണ്ട്, പക്ഷേ എതിരാളികളുമുണ്ട്. തുറന്ന വാതിൽ കണ്ട് സന്തോഷിച്ചുണ്ടെങ്കിൽ ഇരിക്കരുത് കേട്ടോ. സൂക്ഷിച്ച് നോക്കുമ്പോൾ വേണ്ട, തുറന്ന വാതിലിന്റെ അപ്പുറത്ത് കുറെ എതിരാളികൾ നിൽപ്പുണ്ട്. പക്ഷെ പേടിക്കണ്ട, വാതിൽ തുറന്നവൻ ദൈവമാണ്. അവൻ ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് മാറ്റുന്നവനാണ്. അവൻ താമ്രക്കഥകളെ തുറക്കുന്നവനാണ്. 2015 എനിക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറക്കും. എനിക്ക് വേണ്ടി ചില പുതുവഴികളെ ദൈവം ഒരുക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില ആത്മീയ സന്തോഷം ഞാൻ അനുഭവിക്കും. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പുതുക്കം ദൈവം തരും. ദൈവമാണ് തുറക്കുന്നതെങ്കിൽ അത് വ്യത്യസ്തതകളായിരിക്കും. ദൈവമാണ് തുറക്കുന്നതെങ്കിൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവമാണ് തുറക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ദൈവമാണ് തുറക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം തുറക്കുന്ന വാതിൽ അതടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. 2 സത്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ബാക്കി 4 രാത്രിയിൽ ദൈവം നമുക്ക് അനുവദിച്ചാൽ കേൾക്കാൻ അവസരമുണ്ടല്ലോ. ഞാൻ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. തടസ്സങ്ങൾ വരും കേട്ടോ. എല്ലാം കൂടിയിട്ട് പോലെ ജീവിതത്തിൽ തോന്നിയെന്ന് വരും. പക്ഷെ ദൈവമാണ് തുറക്കുന്നതെങ്കിൽ അതടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവവൈദ്യരെ ഉറപ്പായിട്ട് വിശ്വസിക്കൽ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിൽ ഉറയ്ക്കാൻ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചത് സംഭവിക്കും. എനിക്കെതിരായി പിശാച് എഴുതിക്കൊണ്ടിരിക്കുന്ന രേഖകളൊന്നും നടക്കത്തില്ല. എനിക്കെതിരായി പിശാച് അവന്റെ ആയുധപ്പുരയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ ആയുധങ്ങൾ അവിടെ എടുക്കാൻ അവർ അനുവദിക്കത്തില്ല. ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. ദൈവം അടുത്ത വർഷം ഈ ഹാളിനകത്ത് അല്ലെങ്കിൽ എവിടെ വെച്ച് നമ്മൾ വാച്ച് നൈറ്റ് സർവീസ് നടത്തുമ്പോൾ ആരൊക്കെ ഇവിടെ കാണണമെന്ന് ദൈവം നിർണയിച്ചു അവരിവിടെ കാണും. ഞാനിവിടെ കാണണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം വിചാരിച്ചാലും ഞാനിവിടെ കാണും. ആരല്ല അതല്ല ഞാനിവിടെ കാണണ്ടെന്ന് തമ്പുരാൻ വിചാരിച്ചാൽ ഞാനിവിടെ കാണത്തില്ല. ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. വിശ്വാസമുണ്ടോ ദൈവമക്കൾക്ക്? ധൈര്യമുണ്ടോ ദൈവമക്കൾക്ക്? ദൈവമാണ് എന്റെ വാതിൽ തുറക്കുന്നതെങ്കിൽ, ദൈവമാണ് എനിക്ക് വഴി തുറക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഒരു ഇന്റർവ്യൂവിന് പോയി, ആ ഇന്റർവ്യൂവിന് ജോലി കിട്ടി, അപ്പോയിന്റ്മെന്റ് തന്നേച്ച് പിറ്റേന്ന് വിളിച്ചു പറയാ ചെല്ലണ്ടാന്ന്. ഞാൻ പറഞ്ഞു ചെല്ലണ്ടെന്ന് പറഞ്ഞെങ്കിൽ ദൈവം തുറന്നതല്ല. ദൈവം തുറന്നാണെങ്കിൽ ചെല്ലാനേ പറയത്തുള്ളൂ, ചെല്ലാനേ പറയത്തുള്ളൂ. ദൈവം തുറന്നതും മനുഷ്യനടയ്ക്കാൻ പറ്റത്തില്ല, മനുഷ്യനടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നതും നിലനിൽക്കുന്ന വാതില. ദൈവം തുറന്നതും മാറ്റമില്ലാത്തതാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളിലുണ്ട്. എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ പറയുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്.